ഒരു ചെറിയ യാത്രയായിട്ട് വന്നിട്ടില്ല കേട്ടോ. എവിടേക്കാണെങ്കിൽ മല്ലൻകുഴി വാട്ടർഫോൾസ് എന്ന് പറയുന്ന ചെറിയൊരു വെള്ളച്ചാട്ടം. ചെറുതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയൊരു വെള്ളച്ചാട്ടം. ഇതെവിടെയാണെങ്കിൽ തൃശ്ശൂർ ജില്ലയിൽ തൃശ്ശൂരിൽ നിന്ന് വടക്കാഞ്ചേരി അല്ലെങ്കിൽ കുന്നംകുളത്ത് നിന്ന് വടക്കാഞ്ചേരി പോകുന്ന വഴിയിൽ വെള്ളറക്കാട് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടുന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് റോഡ് പോകുന്നുണ്ട്. ഗൂഗിൾ മാപ്പിലൊക്കെ നോക്കിയാൽ വൃത്തിയായിട്ട് സ്ഥലം കാണാൻ പറ്റും. നമ്മൾ വെള്ളർക്കാട് സെൻറ്ററിൽ നിന്ന് കയറി കഴിഞ്ഞ് കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ വേറെ തന്നെ ഒരു വൈബാണ് കേട്ടോ. നമ്മൾ ആദ്യം ഒരു ഓഫ് റോഡ് പോലെയാണ് കുറച്ച് ദൂരം ഉള്ളത്. അവിടുന്ന് എത്തിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലേക്ക് ഗൂഗിൾ മാപ്പ് എത്തുന്ന സ്ഥലമാണ് ഫസ്റ്റ് വെള്ളച്ചാട്ടം. നമ്മൾ അവിടുന്ന് വണ്ടി വെച്ച് താഴേക്ക് ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വെള്ളച്ചാട്ടം കാണാൻ പറ്റും. ഒരു വലിയ മഴ കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് വന്നാട്ടോ. വെള്ളം വളരെ കുറവാണ്, എന്നാലും ഉള്ളത് നല്ല രസമായിട്ട് ഒഴുകുന്നുണ്ട്. പിന്നെ ഈ വെള്ളച്ചാട്ടം എന്ന് പറയുമ്പോൾ അത്ര വലിയൊരു ചാട്ടം എന്നൊന്നും ആരും പ്രതീക്ഷിക്കേണ്ട. ഒരു ചെറിയൊരു ചാട്ടം അത്രയേ ഉള്ളൂ. ഇതതിൻ്റെ ഫസ്റ്റ് ഭാഗമാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് പുറകിലേക്ക് കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ വീണ്ടും വെള്ളച്ചാട്ടങ്ങളുണ്ടെന്ന് ഞാൻ കേട്ടു. എന്തായാലും ഇതാണ് കണ്ടതിന് ശേഷം അപ്പുറത്തേക്ക് പോകാം. അവിടുന്ന് കയറിയിട്ട് ഞങ്ങൾ പിന്നെ പോയത് കുറച്ച് വെള്ളം അവിടെ കിടക്കുന്നത് കണ്ടു. അപ്പോൾ അങ്ങോട്ടൊന്ന് ഇറങ്ങി നോക്കിയപ്പോഴേ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളം ഉണ്ടോ. നമുക്ക് വെള്ളത്തിൻ്റെ അടിവശം വരെ കാണാൻ പറ്റും. അവിടെ മീനുകളൊക്കെ ഓടി കളിക്കുന്നതെല്ലാം കാണാൻ പറ്റും. അവിടെ അധികം നേരം നിന്നൊന്നുമില്ല. കാരണം എന്താ വെച്ചെങ്കിൽ ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല, ഈ വെള്ളം മാത്രമേ ഉള്ളൂ. അവിടുന്ന് പിന്നെ കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാലാണ് ഇവിടുത്തെ മെയിൻ സ്പോട്ടായിട്ടുള്ളൊരു അമ്പലം വരുന്നത്. ഇതൊരു അമ്പലത്തിൻ്റെ സ്ഥലം കൂടിയാണ്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിലൊക്കെ കുറേശ്ശെ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട് കേട്ടോ. ഇതാണ് മല്ലൻകുഴി ശിവ ടെമ്പിൾ. അമ്പലത്തിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ ഇത്. ആ ഭാഗത്ത് തന്നെ ഒരു വലിയൊരു കുളം ഉണ്ട് കേട്ടോ. ഇതാണെന്ന് തോന്നുന്നു ശരിക്കും പറഞ്ഞാൽ മല്ലൻകുഴി എന്ന് പറയുന്ന ഒരു കുളം. അതിൻ്റെ എല്ലാ ഭാഗത്തുനിന്നും കുളത്തിൻ്റെ പല സൈഡുകളിൽ നിന്നും വെള്ളം കുറേശ്ശെയായിട്ട് ഇങ്ങനെ ഒരു നീരൊഴുക്ക് പോലെ വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ തന്നെയാണ് ഈ വെള്ളച്ചാട്ടം എന്ന് ഞാൻ ഉദ്ദേശിച്ചതായും തന്നെ. അവിടെ ചെറിയൊരു കെട്ട് പോലെയാണ് കെട്ടി വെച്ചിട്ടുണ്ട്, ഒരു ടാങ്ക് പോലെ. അതിനകത്ത് 2 പാറയും ഒരു ചെറിയ കുഴിയും, മൊത്തം വെള്ളമുണ്ട് കേട്ടോ. പിന്നെ നെറ്റ് കെട്ടിയിട്ടുള്ളതുകൊണ്ട് കൃത്യമായിട്ട് മനസ്സിലാവണമെന്നൊന്നുമില്ല. കുറച്ചങ്ങ് മേലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ ഒരു വഴി കണ്ടു. അപ്പോൾ എന്താണ് അവിടെ ഉള്ളതെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പോയി നോക്കിയതാണ്. ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ചെറിയൊരു സൗണ്ട് കേൾക്കുന്നുണ്ട്. അങ്ങനെ അതിലേ നടന്ന് കുറച്ച് ദൂരം പോയി നോക്കി. പക്ഷെ വെള്ളച്ചാട്ടം കാര്യങ്ങളൊന്നും കണ്ടില്ല കേട്ടോ. കാരണം വെള്ളം കിടക്കുന്നത് ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലാണ്. നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് ഫോറസ്റ്റിൻ്റെ സ്ഥലം കേട്ടോ. അപ്പോൾ ആ ഭാഗത്തേക്ക് നമ്മളങ്ങനെ പോയില്ല. സംഭവം അങ്ങോട്ട് കടക്കാൻ പാടില്ലാത്തതാണ്, അതുകൊണ്ട് നമ്മൾ കടക്കുന്നില്ല. നമ്മൾ വീണ്ടും അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്കൊന്ന് പോകാൻ വേണ്ടി നോക്കിയിട്ടോ. അതിൻ്റെ മുകളിലൂടെയാണ് നേരത്തെ ഞാൻ അവിടെ കണ്ട ഒരു നീർച്ചാലുണ്ടായിരുന്നല്ലോ, അതിൻ്റെ മറ്റു ഭാഗമുള്ളത് ആ സൈഡിലാണ്. ആ ഭാഗത്ത് തന്നെയാണ് ശരിക്കും നമ്മൾ വെള്ളത്തിൻ്റെ ഒരു ചാട്ടമുള്ളതും. അപ്പോൾ ഈ കാണുന്ന കേട്ടോ അമ്പലത്തിൻ്റെ ഫ്രണ്ട് സൈഡ്. വലിയ തിരക്കും വെള്ളമൊന്നുമില്ല കേട്ടോ. ഞങ്ങളെ പോയ സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല അവിടെ. ഇവിടെ ചെറിയ കലിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നട്ടുച്ചയ്ക്കാണ് പോയത്, അതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ടായിരുന്നു. പിന്നെ ഈ വെള്ളമൊക്കെ കാണുമ്പോൾ മനസ്സിനൊരു ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു ആഹ്ലാദം, അത്രയേ ഉള്ളൂ. ഞാൻ ശബ്ദം കേട്ടിട്ട് മുകളിലേക്ക് പോയി നോക്കിയ വെള്ളച്ചാട്ടം. ഇതാണ് ശരിക്കും. അവിടെ നിന്ന് നമുക്ക് താഴേക്ക് കാണാൻ പറ്റില്ലെങ്കിലും ഇവിടുന്ന് നല്ല വൃത്തിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് ആ ഏരിയയുടെ മൊത്തത്തിലുള്ളൊരു വ്യൂ കേട്ടോ. സംഭവം വലിയ സംഭവമൊന്നും അല്ലെങ്കിലും കാണാൻ രസമാണ് കേട്ടോ.
ഇവിടെ മൊത്തം റബ്ബറിൻ്റെ പ്ലാന്റേഷൻസ് കേട്ടോ. ഞാനവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ഈ റബ്ബറെല്ലാം. ഇവിടെ റബ്ബർ വെട്ടുന്നൊന്നുമില്ല, പക്ഷേ അവരത് പാലെടുത്തിട്ട് കൊണ്ടുപോവാണ്. ഈ റബ്ബർ വെട്ടുന്ന കുറച്ച് ആൾക്കാർ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഞങ്ങൾ പോയ സമയം അത്ര നല്ല സമയമൊന്നുമില്ലല്ലോ. ഈവനിങ്ങൊക്കെയാണെങ്കിൽ പിന്നെ ആൾക്കാർ ഉണ്ടാവുമെന്ന് വിചാരിക്കണം. ഞങ്ങൾ പതിയെ ഇറങ്ങി കേട്ടോ. ഇത്രയൊക്കെ തന്നെ അവിടെ കാണാനുള്ളൂ. പിന്നെ കുളിക്കാനുള്ളൊരു സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പക്ഷെ ഞങ്ങളൊന്നും കൈപിടിച്ചിട്ടുണ്ടായിരുന്നില്ല കുളിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് കുളിയൊക്കെ ക്യാൻസലാക്കി. പിന്നെ ഈ ഏരിയ ഒരു പ്രത്യേക രസമായിട്ടോ കാണാൻ. നമ്മുടെ കുന്നംകുളത്ത് നിന്നൊക്കെ വരുന്നവർക്ക് ഈ റബ്ബറൊക്കെ കാണൽ വളരെ ചുരുക്കമല്ലേ. അപ്പോൾ നമ്മുടെ നാട്ടിൻ്റെ റബ്ബറുകളെന്ന് പറയുമ്പോൾ ഒരു രസമാണ്. അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് വെള്ളർക്കാട് തന്നെയുള്ള വേറെ സൈറ്റിലേക്ക് കേട്ടോ. ഒരു ഹെറിറ്റേജ് അല്ലെങ്കിൽ ഒരു ആർക്കിയോളജിക്കൽ ഹെറിറ്റേജ് സൈറ്റ് എന്നൊക്കെ പറയാം, അങ്ങനെ സ്ഥലമാണ്. ഇവിടെ മെയിനായിട്ട് കുടക്കല്ലുകളാണുള്ളത്. അതിൻ്റെ ഫുൾ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല വൃത്തിയാണ്. വൃത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക്കോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും കാണില്ല. ഉള്ള പുല്ലുകളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവർ വൃത്തിയായിട്ട് കട്ട് ചെയ്ത് വെൽ മെയിൻറ്റെയിൻഡ് ആണ്. ഇവിടെ 2-3 തരത്തിലുള്ള കല്ലുകളുണ്ടെന്നാണ് ഞാനവിടെ ബോർഡിൽ വായിച്ചത്. കല്ലുകളുടെ പേരൊന്നും ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചാൽ അറിയില്ല കേട്ടോ. ഇത് കുടക്കല്ലാണെന്ന് മനസ്സിലായി. ചുരുക്കി പറഞ്ഞാൽ പണ്ട് കാലത്തുള്ള പഴയ ആൾക്കാരുടെ ബോഡി കുഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ വെക്കുന്നൊരു കല്ലാന്നൊക്കെയാണ് ഞാൻ കേട്ടത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത് ശവക്കോട്ട തന്നെയാണ്. എന്തായാലും ചരിത്രവും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വന്ന് കാണാനും കുറിച്ച് പഠിക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ്. പിന്നെ ഇവിടെ ഈ പറഞ്ഞ പോലെ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്തായാലും ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.